അപ്പോൾ വെൽക്കം ടു മൈ ഒരിങ്ങൽ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു കല്യാണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈ നോട്ട്, എന്തുകൊണ്ട് ഒരു ഗെറ്റ് റെഡി വിത്തിനെ എടുത്തുകൂടാന്നുള്ള ആലോചനയിൽ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൺസ്ക്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ടാൻ അടിച്ച് ചത്തതിന്റെ സൺസ്ക്രീൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറേ ഇയേഴ്സ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെനേന്റെ എവരിഡേ ഫേസ് ഡ്രൈ ക്രീം തയ്ക്കേണ്ട. ഒരു മിനിറ്റ് ഞാൻ തുമ്മട്ടെ. ഇനി പറയാം. കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ ആയി പൊത്തിയിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഇല്ല, ഇത് എവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ എടുത്തിട്ട് തയ്ക്കേണ്ടത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കൺസീലറൊക്കെ ഏതോ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഓക്കെ, ഈ വീഡിയോക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഐബ്രോ ഇപ്പോഴാണ് ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഞാൻ ലൈക്ക് ആ കൺസീലർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മുന്നും ചെയ്യാറുണ്ട്. ഇനി ഐഷാഡോ ആണ്. ഐഷാഡോ ഞാൻ അങ്ങനെ വാരി പൊത്തും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഞാൻ കണ്ണിലെടുത്ത് തയ്ക്കും. അത് ഇന്ന ഷെയ്ഡ് ഒന്നുമില്ല. എനിക്ക് ഗ്ലിറ്റേഴ്സും അത് ഇതൊക്കെ വേണം. അപ്പോൾ ഞാൻ ഏതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതെടുത്തിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിൽ തയ്ക്കും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരായിരിക്കും. ഓക്കെ, ഞാൻ എന്തൊക്കെയോ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇതൊക്കെ വാരി തയ്ക്കാണ് ചെയ്യുന്നത്. ഐലൈൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഈ നമ്മുടെ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഐഷാഡോ എടുത്തിട്ട് കണ്ണിൽ ലൈക്ക് ബ്ലാക്ക് ഐഷാഡോ എടുത്തിട്ട് ഒന്ന് ആദ്യം ഐലിഡിലൊന്ന് ചെയ്തിട്ട് വരച്ചിട്ട് അതിൻ്റെ താഴെ കൂടെ ഞാൻ കാജൽ വറ്റി കൊടുക്കും കേട്ടോ. ഈ കാജലൊക്കെ ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ, നല്ല ലുക്കിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കാജൽ ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലീനർ വെച്ചിട്ട് കണ്ണെഴുതും. കണ്ണെഴുതിയിട്ട് ഒരു സൈഡ് വേറെ ഒരു സൈഡ് വേറെ ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും വരാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മണ്ടേ കൂടെ പിന്നെ ഒരു സ്മോക്കി ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ആ ഒരു ഐ ഷാഡോ എടുത്ത് പറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ ആണ് ഗൈസ്. അത് പൊട്ടി പൈസ ബ്യൂട്ടിയുടെ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ അറൗണ്ട് ഒരു വർഷത്തിന് മുമ്പ് അത് യൂസ് ചെയ്യുന്നത്. തന്നെ രണ്ടാമത്തെ ബോട്ടിലാണ്. കുറച്ച് ഉപയോഗിച്ചാൽ മതി, അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കും. ഞാൻ ഗ്ലോ ആയിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം ഈ ഹൈലൈറ്റർ ആണ് ഗൈസ്. നിങ്ങൾ നോക്കി വെച്ചാൽ ഏതോ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ബ്ലഷൊക്കെ ഇടുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണത്. ഇത് ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ്. ഇത് കുറേ കാലം എൻ്റെ ഉണ്ട്. 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യം ലെങ്തൻ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ലൈക്ക് അത് തിക്നെസ് വരാനുള്ള 2 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഇപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാരയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ലൈക്ക് ഫേക്ക് ലാഷസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസ്കാര ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് എടുത്ത് ഇങ്ങനെ തേച്ചാൽ മതി. ഓക്കെ, ഈ പെണ്ണുമ്പോൾ കാണിക്കുന്നത് നേരെ തുടങ്ങിയിട്ട് മസ്കാരയിൽ നമ്മൾ ആ കുറേ നേരം ഭംഗി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറേ നേരം ആക്കി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫേക്ക് ലാഷസ് വെച്ച പോലെ ഉണ്ട്. ഇങ്ങനെയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ലിപ് ലൈൻ ചെയ്യാൻ പോവാണ്. ലിപ് ലൈൻ ചെയ്യുന്നത് നമ്മൾ ഫേസസ് കാനഡയുടെ ഒരു ലിപ് ലൈനർ വെച്ചിട്ടാണ് നമ്മൾ ലിപ് ലൈൻ ചെയ്യുന്നത്. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ബോർഡ് ചെയ്യാറില്ല. ഇന്നർ ബോർഡിൽ ലൈക്ക് ലൈൻ ചെയ്തിട്ട് പിന്നെ അത് ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഫുൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുക. അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. പൊട്ട് വയ്ക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല. ഓക്കെ, അത് വീഡിയോക്കായിട്ട് ചെയ്താണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഫേസസ് കാനഡയുടെ തന്നെ ആണോ അതൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഫേസസ് കാനഡയുടെ തന്നെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇനി ഞാൻ ചിത്രം കാണിച്ചിട്ടെ. കണ്ടോ ഞാൻ എന്ത് പെട്ടെന്ന് ഡ്രസ്സ് പറയുന്നത് എങ്ങനെയുണ്ട് എൻ്റെ മാജിക്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ കല്യാണത്തിന് ഇടാൻ പോകുന്നത്. എനിക്കിപ്പോൾ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ബ്ലാക്ക് ഒരു സൽവാർ പോലത്തെ അതിന് നമുക്ക് ഷോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വള ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് വളയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഈ ഒരു ടാസ്ക്, അതായത് ഹെയർ സെറ്റ് ചെയ്യാന്നുള്ളത്. കുറച്ച് ലെങ്ത് ഉള്ള സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ, കേൾ ചെയ്തിടാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആകെ കുറച്ച് പോർഷൻസ് മാത്രമേ കേൾ ചെയ്തുള്ളൂ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എനിക്ക് പറ്റി കുറച്ച് ടൈം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നിങ്ങൾ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.